ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ KGC നായരുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 7.12 ഇല്ലസ്ട്രേഷൻ 5 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ജെയിൻ റോസ് അക്വയർഡ് എ മെഷീൻ ഓൺ 1st July 2008 at a cost of rupees 14,000 and spent rupees 1,000 on its installation. അപ്പോൾ നോക്കിക്കേ, ഇവരുടെ ഈ മെഷീനറിയുടെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 14,000 പ്ലസ് 1,000 ഈക്വൽ ടു 15,000 ആണ് ഈ മെഷീനറിയുടെ ഒറിജിനൽ കോസ്റ്റ്. അറിയാമല്ലോ. ദ ഫെയിം റൈറ്റ്സ് ഓഫ് ഡിപ്രീസിയേഷൻ അറ്റ് 10% ഓഫ് ദി ഒറിജിനൽ കോസ്റ്റ് എവരി ഇയർ. ഈ ഫെയിം ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യുന്നത് 10%. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ 10% ആണ്. എന്തിൻ്റെയാണ്? ഒറിജിനൽ കോസ്റ്റിൻ്റെ അല്ലേ. അപ്പോൾ ഇത് ഏത് മെത്തേഡിലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് എന്നോ സ്ട്രെയിറ്റ് ലൈൻ എന്നോ വേർഡോ ഇല്ല. പക്ഷെ അവർ പറയുന്നുണ്ട് 10% ഓഫ് ഒറിജിനൽ കോസ്റ്റ് എന്ന് അല്ലേ. അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് മെത്തേഡാണെന്നുള്ളത്. ദ ബുക്സ് ആർ ക്ലോസ്ഡ് ഓൺ 31st December എവരി ഇയർ. ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്നത് എല്ലാ വർഷവും December 31 അപ്പോൾ തന്നെ ആലോചിച്ചോണം, ഈ ഇവരുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏതാണ്? 1st January to 31st December ആണ്. ഓക്കെ. ഓൺ March 31st 2011 ദ മെഷീൻ ഈസ് സോൾഡ് ഫോർ rupees 9,500. 2011 മാർച്ച് 31 ഈ മെഷീൻ 9,500 രൂപയ്ക്ക് വിൽക്കുന്നു. ഷോ ദ മെഷീനറി അക്കൗണ്ട് ആൻഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. മെഷീനറി അക്കൗണ്ടും ഡിപ്രീസിയേഷൻ അക്കൗണ്ടും കാണിക്കാൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. നോക്കിക്കേ, ഇതുവരെ നമ്മൾ മെഷീനറി അക്കൗണ്ട് മാത്രമാണ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഡിപ്രീസിയേഷൻ അക്കൗണ്ടും കൂടി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ടും ഇതിൻ്റെ അകത്ത് നോക്കുന്നത്. പിന്നെ ഇവിടെ ബി, വർക്കൗട്ട് ഓൺ ദ ബേസിസ് ഓഫ് ഡിമിനിഷിങ് വാല്യൂ ഓൾസോ. ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിലും കൂടി ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ചെയ്യാം. എന്ത് ചെയ്യുക? മെഷീനറി അക്കൗണ്ട് വരയ്ക്കുക, അതിലേക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഞാനിത് വേഗം പറയണത്, കാരണം നമ്മൾ നിരവധി ക്വസ്റ്റ്യൻസ് ചെയ്തു, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം നിങ്ങൾക്കറിയാം, അതിൻ്റെ മെഷീനറി അക്വയർ ചെയ്തിരിക്കുന്നത് അല്ലേ, അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 15,000 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എന്താണ്? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അല്ലേ. അപ്പോൾ 15,000. അപ്പോൾ ഒന്നിച്ച് 15,000 എന്നങ്ങ് എഴുതിയാലും മതി കേട്ടോ. ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു, അതിൻ്റെ ആവശ്യമില്ല. ഒന്നിച്ച് 15,000 എന്ന് കാണിക്കാം. ഇനി എന്ത് ചെയ്യണം? ആ വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ ആ മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആ വർഷം അവസാനിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ഇയർ January to December ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്? December 31st 2008 അല്ലേ. അപ്പം ഡിപ്രീസിയേഷൻ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. അപ്പോൾ 15,000 ഇൻറ്റു 10/100 ഇൻറ്റു, പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഈ മെഷീനറി വാങ്ങിച്ചിരിക്കുന്ന മന്ത് ഏതാണ്? ജൂലൈയിലാണ് അല്ലേ. ജൂലൈ 1 അപ്പോൾ ഈ ജൂലൈ 1 2008 വാങ്ങിച്ചു. December 2008 നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എത്ര മാസം നമ്മളത് യൂസ് ചെയ്തത്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഈ മെഷീനറി 6 മന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6/12 ഇട്ട് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 750 രൂപയാണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ആ വർഷം മറ്റൊന്നുമില്ല, ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുമ്പോൾ 15,000 ആണ് ഇവിടെ വരുന്നത്. അത് തന്നെ ഇങ്ങോട്ടും എഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് 750 കുറച്ചിട്ട് December 31, 2008 ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 14,250. ആ ബാലൻസിനെ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട്, അതായത് 2009 January 1 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുന്നു 14,250. ഇനി അടുത്തതെന്ന് പറയുന്നത് ആ വർഷം എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്? 2009 December 31 ആ വർഷം അവസാനവും നമ്മൾ ഈ മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾ ഫുള്ളി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ വേണം ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്, അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റിൻ്റെ 10% ആണല്ലോ വേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര വരുന്നത്? 15,000 ഇൻറ്റു 10/100. ഒരു വർഷത്തെ ഫുള്ള് വേണം. അപ്പോൾ എത്ര വരും? 1,500 ആണ് ഡിപ്രീസിയേഷൻ വരുന്നത്. അപ്പോൾ 1,500 ഇവിടെ എഴുതിയിരിക്കുന്നു.
ഇനി ആ ഇയറിൽ മറ്റൊന്നുമില്ല, ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്തു 14,250 കൂടുതൽ, അത് തന്നെ ഇപ്പുറത്തോട്ടും എഴുതി. അതിൽ നിന്ന് 1,500 ഡിഡക്റ്റ് ചെയ്തു. ബാലൻസ് എന്ന് പറയുന്നത് ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് 12,750 രൂപ. ആ ക്ലോസിംഗ് ബാലൻസിനെ അടുത്ത ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. 2010 ജനുവരി 1 അടുത്ത ഇയർ എന്ന് പറയുമ്പോൾ ആ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തിരിക്കുന്ന ബാലൻസ് ഇത്. ഇനി 2010 നമ്മൾ ആ മെഷീനറി ഫുള്ള് യൂസ് ചെയ്യുന്നുണ്ട്, ആ ഫിനാൻഷ്യൽ ഇയർ ഫുള്ള് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ വർഷം അവസാനത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. 15,000-ന്റെ 10% തന്നെ, അപ്പോൾ 1,500 വരെ അവിടെയും. വീണ്ടും നമ്മൾ ആ വർഷവും മറ്റ് വാങ്ങലോ വിൽക്കലോ ഒന്നും സംഭവിക്കുന്നില്ല. ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 12,750 കൂടുതൽ, അത് തന്നെ ഇങ്ങോട്ടും എഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് 1,500 ഡിഡക്റ്റ് ചെയ്ത് ആ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 11,250. ഇനി ആ ക്ലോസിംഗ് ബാലൻസിനെ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു, 11,250. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി എന്താണ്, ഈ വർഷം നമ്മൾ ആ മെഷീനറി വിൽക്കുന്നുണ്ട്, കണ്ടോ. ഓൺ March 31, 2011 ദ മെഷീൻ ഈസ് സോൾഡ് ഫോർ ₹9,500. 2011 മാർച്ചിൽ നമ്മൾ ആ മെഷീൻ 9,500 രൂപയ്ക്ക് വിൽക്കുകയാണ്, അല്ലേ. അപ്പോൾ എന്താ വിറ്റപ്പോൾ കിട്ടിയ ക്യാഷ്, അതാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 9,500 എഴുതണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ നോക്കിക്കേ, ഈ മെഷീനറി വിറ്റിരിക്കുന്നത് March 31, 2011 ഇവിടെ നമ്മൾ ജനുവരി 2011 ഈ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 2011 നമ്മൾ ഈ മെഷീനറി 3 മാസം യൂസ് ചെയ്തിട്ടില്ലേ. അതായത് ജനുവരി ഫുള്ള് യൂസ് ചെയ്തു, ഫെബ്രുവരി ഫുള്ള് യൂസ് ചെയ്തു, March 31 വിൽക്കുന്നത്. അപ്പം 3 മാസം നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഈ വിറ്റ മെഷീനറി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെഷീനറിക്ക് ഈ ഇയറിൽ 3 മാസത്തെ ഡിപ്രീസിയേഷൻ അല്ലേ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതെന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത് 15,000 × 10/100 × 3/12. അപ്പോൾ എത്ര കിട്ടും? 375 രൂപയാണ് അതിൻ്റെ ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 375. ഇവിടേക്ക് എടുത്ത് എഴുതിയിട്ടില്ല, നിങ്ങളെ നോട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് ചെയ്യണം കേട്ടോ. ഇനി അടുത്തൊരു കാര്യം കൂടി നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇവിടെ മെഷീനറി വിറ്റല്ലോ, അപ്പോൾ ആ വിൽപ്പനയിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതിന് നമ്മളൊരു ചെറിയ കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ, അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. കാൽക്കുലേഷൻ ഓഫ് ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി. നമുക്കറിയാം നമ്മൾ ഈ വിൽക്കുന്ന മെഷീനറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 15,000 രൂപയാണല്ലോ. ഇനി അതിന് ഇതുവരെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞെന്നാൽ ആ മെഷീനറിയുടെ, അതായത് 15,000 രൂപ വിലയ്ക്ക് വാങ്ങിച്ച മെഷീനറിയുടെ ഇപ്പോഴത്തെ ബുക്ക് പ്രകാരമുള്ള വില നമുക്ക് കിട്ടും, അല്ലേ. ബുക്ക് വാല്യൂ ഓഫ് മെഷീനറി സോൾഡ് കിട്ടും. നമുക്കത് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതുവരെ ഈ മെഷീനറിക്ക് നമ്മൾ വിൽക്കുന്ന ടൈം വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ അതെന്ന് പറയുന്നത് നമ്മളിവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. 750 2008 750, 9 1,500, 2010 1,500, 2011 375. അത്രയുമാണല്ലോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ കാൽക്കുലേഷൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കോസ്റ്റ് ഓഫ് മെഷീനറി 15,000, അതിൽ നിന്ന് ലെസ് ഡിപ്രീസിയേഷൻ ഫോർ 6 months in 2008 6 മാസത്തെ ഡിപ്രീസിയേഷൻ 750. പിന്നെ 2009 1 year ഡിപ്രീസിയേഷൻ ഉണ്ട് 1,500. പിന്നെ 2010 1 year ഡിപ്രീസിയേഷൻ ഉണ്ട്, അതെന്ന് പറയുന്നത് 1,500. പിന്നെ 2011 ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 3 months ആണ്, അത് 375. ഈ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 4,175 വരും. അപ്പോൾ ഈ കോസ്റ്റിൽ നിന്ന് ഈ ടോട്ടൽ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മളുടെ മെഷീനറിയുടെ ബുക്ക് പ്രകാരമുള്ള വാല്യൂ, ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഈ 15,000 നിന്ന് 4,175 കുറച്ച് കഴിയുമ്പോൾ ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 10,875. ഇതാണ് നമ്മുടെ മെഷീനറിയുടെ ബുക്ക് പ്രകാരം നമുക്ക് കിട്ടേണ്ടുന്ന വില എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ബുക്ക് വാല്യൂ, അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വിറ്റപ്പോൾ കിട്ടിയ വില ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത് 9,500. ആലോചിച്ച് നോക്കിക്കേ, 10,875 രൂപ ബുക്ക് വാല്യൂ ഉള്ള നമ്മുടെ മെഷീനറി നമുക്ക് വിറ്റപ്പോൾ കിട്ടിയത് എത്ര മാത്രമേ ഉള്ളൂ? 9,500 രൂപയേ ഉള്ളൂ. ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഈ വിൽപ്പനയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ലോസ് അല്ലേ. എത്ര രൂപയുടെ ലോസ് സംഭവിച്ചു? അതായത് ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ പോരെ,
1375 രൂപയുടെ ലോസ് ആണ് ഈ വിൽപ്പനയിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എന്തെന്ന് പറഞ്ഞ് ഇവിടെ എഴുതുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോസ് നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണല്ലോ, അത് 1375 ഇവിടെ കാണിച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ മെഷീനറി അക്കൗണ്ട് ഇവിടെ തീരുക. കാരണം മെഷീനറി വിറ്റു, വേറെ മെഷീനറി വാങ്ങിച്ചതോ അഡീഷണൽ മെഷീനറിയുടെ ഒന്നും നമുക്ക് ഇതിനകത്ത് തന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ടോട്ടൽ ചെയ്ത് വരുമ്പോൾ രണ്ടും തമ്മിൽ ഈക്വൽ ആയിരിക്കണം അല്ലേ. അതായത് മെഷീനറി അക്കൗണ്ട് ഇവിടെ ക്ലോസ് ആവുകയാണ്, ഇതിൻ്റെ അകത്ത് ബാലൻസ് ഒന്നും വരില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ചെയ്തത് ശരിയാണെന്ന്. കണ്ടോ, രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കാം. 11,250 ഉണ്ട്, ഇവിടെ 11,250 ഉണ്ട്. അപ്പം മെഷീനറി അക്കൗണ്ട് തീർന്നു, നമ്മൾ വിറ്റു. ഇനി അതിനകത്തൊന്നും ഇല്ലല്ലോ, ബാലൻസ് ഒന്നും ഇല്ല. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്തില്ല ഡിപ്രീസിയേഷൻ, അത് തന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരച്ചിട്ട് നമ്മൾ അതിലേക്കൊന്ന് പോസ്റ്റ് ചെയ്താൽ മതി. ഇപ്പം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന എൻട്രി എന്താണ്? ഫോർ ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട് എന്നല്ലേ. അപ്പോൾ ഓരോ ഇയറിലും നമ്മൾ കൊടുക്കുന്ന ആ ഡിപ്രീസിയേഷൻ അത് നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്ക് എഴുതുമ്പോൾ എങ്ങനെയാണ്? ഇതുണ്ട്, 2008 ഡിസംബർ 31 നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട് എന്നല്ലേ. അപ്പോൾ ഇതെല്ലാം എൻട്രി നമ്മൾ നേരത്തെ പഠിച്ച അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പം ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്നാന്ന് എഴുതണം? മെഷീനറി അക്കൗണ്ട് എന്ന് എഴുതണം. കണ്ടോ, അതാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇനി ആ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? P&L അക്കൗണ്ടിലേക്കാണല്ലോ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ടു P&L അക്കൗണ്ട് അതിന് കൊടുക്കുന്ന എൻട്രി എന്താണ്? ഓർക്കുന്നില്ലേ? P&L അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്നല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഇത് പോസ്റ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്നും ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്തെന്നും വരണം? ബൈ P&L അക്കൗണ്ട് എന്നും ഉണ്ടാവും. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് ആ റൈറ്റ് ഓഫ് ചെയ്ത ഡിപ്രീസിയേഷൻ നമ്മൾ P&L അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. കണ്ടോ, 750 ഫസ്റ്റ് ഇയറിൽ നമ്മൾ 750 ആണ്. അതുകൊണ്ടാണ് അവിടെ 750 രണ്ടിടത്തും കാണിച്ചിരിക്കുന്നു. ഇനി 2009 നമ്മൾ 1500 ആണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട് എന്നുള്ളത് പ്രകാരം 1500 നമ്മളിവിടെ എഴുതിയിരിക്കുന്നു. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? P&L അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുന്നു. അപ്പോൾ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 1500 ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. വീണ്ടും 2010 ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നതിൻ്റെ 1500. ഇനി ആ ഡിപ്രീസിയേഷൻ P&L അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്തിരിക്കുന്നതിൻ്റെ കണ്ടോ 1500 എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നു. വീണ്ടും ഒരു വർഷം കൂടിയുണ്ട്. 3 മന്തിൽ നമ്മൾ 2010 3 മന്ത് യൂസ് ചെയ്തല്ലോ. അപ്പം ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞ് 375. പിന്നെ അതിനെ നമ്മൾ P&L അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്തിരിക്കുന്നതിൻ്റെ P&L അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 375 ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റും ചെയ്തിരിക്കുന്നു. ഇത്രേ ഉള്ളൂ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ 2 എൻട്രികൾ നമ്മൾ അതിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അത്രയുമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിൽ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്. അപ്പോൾ ആദ്യത്തെ ഇയറിൽ സെയിം തന്നെ നമ്മൾ മെഷീനറി അക്കൗണ്ട് വരച്ചിരിക്കുന്നു. ആദ്യത്തെ ഇയറിൽ നമുക്കറിയാം ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 15,000 ആണ്. ഇപ്പോൾ മെഷീനറി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നു. ആ വർഷം നമ്മൾ മെഷീനറി നമ്മൾ 6 മന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 750 ആണ്. അതറിയാമല്ലോ. അതിനകത്ത് മാറ്റമൊന്നുമില്ല. 2 മെത്തേഡിൽ ആദ്യത്തെ ഇയറിൽ ഒരേ എമൗണ്ട് തന്നെയായിരിക്കും വരുന്നത്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്ന റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡാണ്. അപ്പോൾ 2009 ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുന്നത്, അതായത് 2008 ക്ലോസിംഗ് ബാലൻസ് നമ്മളിവിടെ ബ്രോഡ് ഡൗൺ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏതിൻ്റെ വേണം? ഈ ബ്രോഡ് ഡൗൺ ചെയ്ത ബാലൻസിൻ്റെ 10% വേണം എടുക്കാനായിട്ട്. ഈ വർഷം നമ്മളിവിടെ ഫുള്ളി യൂസ് ചെയ്യുന്നുണ്ട് ആ മെഷീനറി. അപ്പോൾ 14,250 ഇൻറ്റു 10/100, അപ്പോൾ 1425 ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിതാ ഇവിടെ എഴുതിയിരിക്കുന്നു. എന്നിട്ട് പിന്നെ ആ വർഷം മറ്റൊന്നുമില്ല, ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. അപ്പോൾ ആ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 12,825 ആ ക്ലോസിംഗ് ബാലൻസിനെ
അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇത് ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി 2010 നമുക്ക് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ 2010 നമ്മൾ ഫുൾ ഇയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഏതിൻ്റെ വേണം എടുക്കാൻ? നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡാണ്. അപ്പോൾ ഈ കുറഞ്ഞു വന്നിരിക്കുന്ന ഈ ബാലൻസിൻ്റെ 10%. അപ്പോൾ ഇവിടെ 12,825 ഇൻറ്റു 10/100. അപ്പോൾ 1282.5 ആണ് ഈ വർഷത്തെ ഡിപ്രീസിയേഷനായിട്ട് വരുന്നത്. അപ്പോൾ അത് എഴുതിയിരിക്കുന്നു. ഇനി ആ വർഷം മറ്റൊന്നുമില്ല, ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുമ്പോൾ 12,825 കൂടുതൽ, അത് തന്നെ ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് 1282.5 കുറച്ചിട്ട് ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 11,542.5 ആണ്. അപ്പോൾ ആ ബാലൻസിനെ, ആ ക്ലോസിംഗ് ബാലൻസിനെ വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുന്നു. 2011 ജനുവരി 1 ബാലൻസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഈ 2011 നമ്മൾ ഈ മെഷീനറി 3 മാസമല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ബാലൻസിൻ്റെ 10% കണ്ടുപിടിച്ചെന്നാൽ തെറ്റി, അതായത് ഫുൾ ഇയറിൽ പ്രൊവൈഡ് ചെയ്യരുത്. അപ്പം നമ്മൾ അതിലേക്ക് അതിൻ്റെ 3 മന്തിലെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഈ ബാലൻസ് ഇതെന്ന് പറയുന്നതാണ് ഇത് 11,542.5 ഇൻറ്റു 10/100. റേറ്റ് 10 ആയതുകൊണ്ട് 10/100. പിന്നെ ഈ മെഷീനറി നമ്മൾ 3 മന്തല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് എന്ത് ചെയ്യണം? 3/12 കൂടി ഇടണം. അപ്പം നമുക്ക് ആ മെഷീനറിയുടെ 3 മന്തിലെ ഡിപ്രീസിയേഷൻ കിട്ടും. അതെന്ന് പറയുന്നത് എത്രയാണ്? 288.56 എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഡിപ്രീസിയേഷൻ. അത് കിട്ടിയിരിക്കുന്ന കാൽക്കുലേഷനാണ് എഴുതിയിരിക്കുന്നത്, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 288.56 ആണ് ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ. പിന്നെ നമുക്ക് കിട്ടിയ പ്രൈസ് ഇത് എഴുതിയിരിക്കുന്നു 9,500. പിന്നെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ മെഷീനറി വിറ്റല്ലോ, അപ്പോൾ അതിനകത്ത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ഇതുപോലെ ഒരു കാൽക്കുലേഷൻ എഴുതി കൊടുത്ത് ചെയ്യാം. മുമ്പേ ചെയ്തില്ലേ അതേ പ്രൊസീജിയർ. നമ്മുടെ മെഷീനറിയുടെ കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. 15,000 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത്. അതിന് നമ്മൾ വിൽക്കുന്ന സമയം വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ അത് കുറയ്ക്കുന്നു. അപ്പം നമുക്കതിൻ്റെ ബുക്ക് വാല്യൂ കിട്ടുന്നു. അതിനെ സെയിൽസ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അല്ലേ? ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഡിപ്രീസിയേഷൻ 2008 6 മാസം ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? അത് 750. 2008 750 ഡിപ്രീസിയേഷൻ. പിന്നെ 2009 1425 ഉണ്ടോ? പിന്നെ 2010 നമ്മൾ 1282.5 ആണ്. പിന്നെ 2011 88.56 പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ. 88 അല്ല, 288 കേട്ടോ. ഇവിടെ 2 എഴുതാൻ വിട്ടുപോയതാണ്. 288.56. അപ്പോൾ ഈ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 3746.06 വരും. ഇത്രയും. അപ്പോൾ ഈ 15,000 നിന്ന് ഇത്രയും ഡിപ്രീസിയേഷൻ ഈ 3746.06 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ മെഷീനറിയുടെ ബുക്ക് പ്രകാരമുള്ള വാല്യൂ, അഥവാ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് 11,153.94 വരും ബുക്ക് വാല്യൂ. നമുക്ക് വിറ്റപ്പോൾ കിട്ടിയ വില തന്നിട്ടുണ്ട് 9,500 ആണ്. ആലോചിച്ച് നോക്കിക്കേ, 11,253 രൂപ വിലയുള്ള മെഷീനറി നമുക്ക് വിറ്റപ്പോൾ 9,500 രൂപ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഈ വിൽപ്പനയിൽ എന്താണ്? ലോസ് ആണ്, അല്ലേ? അപ്പോൾ എത്ര രൂപയാണ് ഇത് നമ്മളെ വ്യത്യാസം? അതായത് ലോസ് എന്ന് പറയുന്നത് 1,753.94 രൂപയാണ് ലോസ് ഓൺ സെയിലായിട്ട് വരുന്നത്. അപ്പം അതാണ് ഇവിടെ നമ്മൾ P&L അക്കൗണ്ടിലേക്ക് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ലോസ് ഓൺ സെയിൽ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, 1,753.94. അപ്പോൾ അത് കിട്ടിയിരിക്കുന്ന കാൽക്കുലേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോഴും ആ കാൽക്കുലേഷനൊക്കെ എഴുതി തന്നെ ചെയ്യുക, അപ്പോഴാണ് തെറ്റാതിരിക്കുകയുള്ളൂ. കണ്ടോ, അപ്പം നമ്മൾ മെഷീനറി വിറ്റു, അതേ മെഷീനറി അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 2 സൈഡും ഈക്വൽ ആണ്. ഇനി ബാലൻസ് ഒന്നുമില്ല, കാരണം നമ്മുടെ മെഷീനറി വിറ്റു, മെഷീനറി അക്കൗണ്ട് ക്ലോസ് ആയി. അതുകൊണ്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.